33 വർഷങ്ങൾക്ക് മുമ്പാണ് മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നത്. ആഴത്തിലുള്ള ഒരു മുറിവ് ഈ രാജ്യത്തിനേറ്റത്. എന്തായാലും 33 വർഷങ്ങൾക്ക് ശേഷം 1992 ഡിസംബർ 6 നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 33 വർഷങ്ങൾക്ക് ശേഷവും ഈ മുറിവ് ഉണങ്ങിയിട്ടില്ല. മുറിവ് ഉണക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അത്തരമൊരു സംവിധാനത്തിലൂടെ അധികാരത്തിലെത്തിയ സർക്കാർ ഇവിടെ നോക്കുകുത്തികളായിരുന്നു ബാബരി മസ്ജിദ് തകർത്തെറിയുന്ന സമയത്ത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ബാബരി മസ്ജിദിന് തറക്കല്ലിട്ടു എന്ന വാർത്തയാണ്. BJP തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ ആരോപണവുമായി രംഗത്തുണ്ട്. അതായത് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന നീക്കമാണ് എന്നതാണ് BJPയുടെ ആരോപണം. സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 6 എന്ന് പറയുന്നത് അവരുടെ സ്വാഭിമാൻ ഡേ ആണ്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭിമാൻ ഡേ ഈ ഡിസംബർ 6 സ്വാഭിമാൻ ഡേയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഞാൻ ഗൂഗിളിൽ ഒരു പരിശോധന നടത്തി. ഇവിടെ ഹിന്ദു വിശ്വാസികളുടെ സ്വാഭിമാൻ ഡേ ആണ് ഡിസംബർ 6. ആ ദിവസത്തിലാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ബാബരി മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തറക്കല്ലിടാൻ പോകുന്നത് എന്നതാണ് ഈ സംഘപരിവാർ സംഘടനകളുടെ ആരോപണം. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ ഹുമയൂൺ കബീർ എന്നു പേരുള്ള ഒരു MLA ആണ് ഈ ബാബരി മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ബാബരി മസ്ജിദിന് തറക്കല്ലിട്ടു, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യാപകമായിട്ടുള്ള ധനസമാഹരണം നടക്കുന്നു എന്നുള്ളതാണ്. കൊൽക്കത്ത ഹൈക്കോടതി ഇവിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷ ഉറപ്പാക്കണം. എന്തായാലും മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ പലരും ഈ ആഴത്തിലേറ്റ മുറിവുമായി ബന്ധപ്പെട്ട് ഈ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ഓർമ്മക്കുറിപ്പ് പങ്കുവെക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു മതപണ്ഡിതന്റെ കുറിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഷ്റഫ് അൽ ഹസനി എന്നു പേരുള്ള ഈ പണ്ഡിതൻ ഉമറുൽ ഖത്താബിന്റെ ഒരു കുറിപ്പാണ് ഇദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അനധികൃതമായി കയ്യേറിയ സ്ഥലത്ത് നിർമ്മിച്ച മസ്ജിദുമായി ബന്ധപ്പെട്ട് ഖലീഫ ഉമർ ഗവർണർക്ക് നൽകിയ ഒരു കുറിപ്പ്. എന്തായാലും ആ ഒരു ചരിത്രം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1992 ഡിസംബർ 6 മതേതര ഇന്ത്യയുടെ ഊഷ്മളമായ ഭൂതകാലത്തിന് ഉണക്കാനാവാത്ത മുറിവേൽപ്പിച്ചുകൊണ്ട് സംഘപരിവാർ എന്ന തിരുട്ടു സംഘം സംഹാരതാണ്ഡവമാടിയ ബാബരിയുടെ ദുഃഖസ്മരണകൾക്ക് 33 ആണ്ടുകളുടെ കാലദൈർഘ്യം. താഴികക്കുടങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ സിമന്റ് ധൂളികളിൽ നിന്ന് ന്യൂനപക്ഷ മതസമൂഹങ്ങൾക്കുള്ള ചിതയൊരുക്കാൻ ഇന്ധനങ്ങൾ ശേഖരിച്ചു വെച്ച തിരുട്ടുമുന്നണി തന്നെയാണ് ഇന്ന് നിയമവ്യവസ്ഥകൾക്ക് കാവൽ നിൽക്കുന്നത് എന്നതാണ് ഏറെ വിരോധാഭാസം. പള്ളി നിർമ്മാണത്തിലെ സംശുദ്ധിയും നൈതികതയും എത്ര പ്രാധാന്യത്തോടെയാണ് മുസ്ലിങ്ങൾ കാണുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചരിത്രശകലം നമുക്ക് പുനർവായനക്ക് വിധേയമാക്കാം. അന്യരിൽ നിന്ന് കവർന്നെടുത്ത ഭൂമിയിൽ പള്ളി എന്ന പേരിൽ നിർമ്മിക്കപ്പെടുന്ന കെട്ടിടങ്ങൾക്ക് നിയമസാധുതയില്ലെന്നും അവിടെ നിർവഹിക്കപ്പെടുന്ന ആരാധനകൾക്ക് സ്വീകാര്യതയില്ലെന്നുമുള്ള പൊതുതത്വം ഗൗരവത്തോടെ കാണുന്ന ഒരു മതത്തിന്റെ അനുയായികൾക്ക് അന്യമതസ്ഥരുടെ ആരാധനാമൂർത്തികളെ ബത്സിക്കരുതെന്ന് ശഠിക്കുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് തൽസ്ഥാനത്തൊരു വിശുദ്ധഗേഹം പണിയാൻ കഴിയുക? കവർന്നെടുത്ത പള്ളിപ്പറമ്പിൽ നുണകൾക്കുമേൽ അസ്ഥിവാരമിട്ട വ്യാജ നിർമ്മിതിയിൽ അഭിമാനം കൊള്ളുന്ന മനുമാനസരുടെ ചങ്കിൽ തറക്കും ഈ ചരിത്ര സാക്ഷ്യം. നബിശിഷ്യൻ അമ്രുബിനുൽ ആസ് ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യ കണക്കിലെടുത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ക്രിസ്ത്യൻ സഹോദരിയുടെ അധീനതയിലുള്ള ഭൂമിയുടെ ഒരു ഭാഗം വിട്ടുതരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ വിസമ്മതം അറിയിച്ചു. ആ ഭൂമി അനാഥകളുടേതാണെന്നും അവരുടെ സംരക്ഷകയാണ് താനെന്നും അതിനാൽ വിൽക്കാൻ സാധ്യമല്ലെന്നും അവർ അറിയിച്ചെങ്കിലും പള്ളിയുടെ ആവശ്യത്തിന് ഈ ഭൂമി അത്യന്തം ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. ഭരണകാര്യത്തിൽ വളരെയധികം സമർത്ഥനായിരുന്ന അമ്രുബിനുൽ ആസ് ക്രൈസ്തവ സഹോദരിയെ തൃപ്തിപ്പെടുത്തി കാര്യം സാധിക്കാൻ സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും അവർ ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. എങ്കിലും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. യുവതിയുടെ ഭാഗത്തുനിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഗവർണർ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിവെച്ചു.
അവൾ പരാതിയുമായി ക്രൈസ്തവ മതവേലധ്യക്ഷന്മാരെ സമീപിച്ചു. ആവലാതി പറഞ്ഞു. പരാതി ബോധിപ്പിക്കാൻ മദീനയിൽ ഖലീഫ ഉമറിനെ സമീപിക്കാനായിരുന്നു അവരുടെ നിർദ്ദേശം. അവൾ തന്റെ പരിചാരകനോടൊപ്പം മദീനയിലെത്തി. ഖലീഫയ്ക്ക് മുമ്പിൽ തന്റെ ആഗമനോദ്ദേശ്യം അവതരിപ്പിച്ചു. ഖലീഫ ഒരു കടലാസ് കഷ്ണമെടുത്ത് അതിൽ ഇങ്ങനെ എഴുതി: കിസ്ര ചക്രവർത്തി നമ്മെപ്പോലെ ഒട്ടും നീതിമാനല്ല. നേർമാർഗം പിൻപറ്റുന്നവർക്ക് മാത്രമാണ് സംരക്ഷണം. അമ്രിന് നൽകാനുള്ള കത്ത് കൈപ്പറ്റി പരാതിക്കാരി തിരിഞ്ഞു നടന്നു. കത്തിലെ വരികൾ അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്തൊരു മനുഷ്യനാണിത്! ഈ ഒരു കത്ത് സ്വീകരിക്കാൻ ദുനിയാവിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഇവിടെ വരേണ്ടിയിരുന്നു. കൊട്ടിഘോഷിക്കപ്പെട്ട ഖലീഫ ഉമറിന്റെ നീതി എവിടെ? അവൾ ദേഷ്യത്തോടെ കത്ത് വലിച്ചെറിഞ്ഞു. സേവകൻ അവളറിയാതെ കത്ത് കയ്യിലെടുത്തിരുന്നു. ഖലീഫ തങ്ങളെ എങ്ങനെയാണ് അവഗണിച്ചതെന്ന് ചർച്ചിനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. മിസ്രിലെത്തിയ സ്ത്രീ ക്രൈസ്തവ മത മേധാവികളെ സമീപിച്ചുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. എന്നിട്ട് കത്തെവിടെ എന്ന ചോദ്യത്തിന് മറുപടിയായി അത് വഴിയിൽ ഉപേക്ഷിച്ച വിവരം പറഞ്ഞതോടെ ചർച്ചിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. മുസ്ലിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ലഭിച്ച സുവർണാവസരം നഷ്ടപ്പെടുത്തിയതിലായിരുന്നു അവരുടെ സങ്കടമത്രയും. അപ്പോൾ പരിചാരകൻ ഒളിപ്പിച്ചു വച്ചിരുന്ന കത്ത് പുറത്തെടുത്തു. കത്ത് കൈപ്പറ്റിയ നേതാക്കൾ സന്തോഷത്തോടെ അംർ ഇബ്നുൽ ആസിനെ സമീപിച്ചു. ഖലീഫയുടെ പൊയ്മുഖം വലിച്ചു കീറാൻ കഴിയുമെന്ന് അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. ക്രൈസ്തവ സംഘത്തെ അധികാരത്തിന്റെ പ്രൗഢിയോടെ തന്നെയാണ് അംർ സ്വീകരിച്ചത്. ആഗതരുടെ നേതാവ് ഗവർണറെ സമീപിച്ച് ദൗത്യോദ്ദേശം വിവരിക്കുകയും ഖലീഫയിൽ നിന്ന് ലഭിച്ച കത്ത് കൈമാറുകയും ചെയ്തു. കത്തിലെ വരികൾ വായിച്ച് അദ്ദേഹം തളർന്നുപോയി. മുഖം വിവർണമായി. കാൽപാദങ്ങളിൽ തളർച്ച പിടിപെട്ട് ഒരു ചുമരിലേക്ക് ചാരിയിരുന്നു. ഗവർണറുടെ അസാധാരണമായ അവസ്ഥ കണ്ട് സംഘാംഗങ്ങളെല്ലാം സ്തബ്ധരായിരുന്നു. ഗവർണർക്ക് അസ്വാസ്ഥ്യം ഉണ്ടാകാൻ മാത്രം കത്തിലെ വരികളിൽ എന്ത് സന്ദേശമാണ് അടങ്ങിയിരിക്കുന്നത്? ഗവർണർ പറഞ്ഞു: ഞാനിപ്പോൾ ഈ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയതാണ്. ഞാനിപ്പോൾ നിസ്കരിക്കണോ, നിങ്ങളുടെ സ്ഥലത്തേക്ക് കയറി നിൽക്കുന്ന പള്ളിയുടെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയതിനു ശേഷം നിസ്കരിക്കണോ എന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അമ്രിന്റെ ദുഃഖം പാരമ്യത്തിലെത്തിയിരുന്നു. അവൾ പറഞ്ഞു: നിങ്ങൾക്ക് നിസ്കരിക്കാം. ഈ കത്തിലെ സാരാംശം അറിയുന്നതിലാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം. അമ്ർ പറഞ്ഞു: ഖലീഫ ഉമർ പണ്ട് ഒരു അനുഭവം പങ്കുവച്ചിരുന്നു. ഖലീഫ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു പേർഷ്യൻ യാത്രയിൽ കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ അടുത്തെത്തി. അന്ന് അവിടെ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. രാവുകളെ പകലുകളാക്കുന്ന ഉത്സവാന്തരീക്ഷത്തിൽ ഒരു വൃദ്ധ തന്റെ പശുവുമായി കടന്നുപോയി. പശുവിന്റെ സഞ്ചാരത്തിന് വിഘ്നം വരാതിരിക്കാൻ ആഘോഷങ്ങളെല്ലാം ഏതാനും സമയം നിർത്തിവെച്ചു. പശു കടന്നുപോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആഘോഷ പരിപാടികൾ പുനരാരംഭിച്ചത്. ഓരോ ആഘോഷ രാവുകളിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം വൃദ്ധ പശുവുമായി കടന്നുപോയപ്പോൾ ആഘോഷങ്ങൾ നിർത്തിവെക്കുന്നതിൽ ക്ഷുഭിതനായ ഒരു പാറാവുകാരൻ പശുവിനെ വെട്ടിക്കൊലപ്പെടുത്തി. കിസ്ര ചക്രവർത്തി പാറാവുകാരനെതിരെ കർശന ശിക്ഷാ നടപടി കൈക്കൊള്ളാൻ നിർബന്ധിതനായി. അയാൾ വധിക്കപ്പെട്ടു. ഒരു പശുവിനെ കൊന്നതിന്റെ പേരിൽ ഇയാൾക്ക് വധശിക്ഷ നൽകാൻ ചക്രവർത്തിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഉമർ അന്വേഷിച്ചു. ഈ വൃദ്ധക്ക് കൊട്ടാര വളപ്പിനോട് ചേർന്നൊരു ഭൂമി ഉണ്ടായിരുന്നു. പശു അവിടെയാണ് മേഞ്ഞു നടന്നിരുന്നത്. കൊട്ടാരം വികസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭൂമി വിൽക്കാൻ അവരോട് ചക്രവർത്തി ആവശ്യപ്പെട്ടു. അവർക്കൊട്ടും സമ്മതമല്ലായിരുന്നു. മറ്റൊരു ഭാഗത്ത് പ്രവിശാലമായ ഭൂമി നൽകാമെന്ന് വാഗ്ദാനമൊന്നും അവർ സ്വീകരിച്ചില്ല. വൃദ്ധ പറഞ്ഞു: കൊട്ടാരത്തിന്റെ മുന്നിലൂടെ എന്റെ പശു കടന്നു പോകുന്നതിന് പോലും ഭാവിയിൽ വിലക്ക് വന്നേക്കും എന്ന് എനിക്ക് ആശങ്കയുണ്ട്. അതാണ് ഭൂമി വിട്ടു നൽകാതിരിക്കാൻ കാരണം. വൃദ്ധയ്ക്കും പശുവിനും വഴി നടക്കാൻ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് കിസ്ര വാക്കുകൊടുത്തു. ആ വാക്ക് ലംഘിക്കപ്പെട്ടതിന്റെ പേരിലാണ് പാറാവുകാരനെതിരെ തൽക്ഷണം ശിക്ഷ നടപ്പാക്കിയത്. അമ്ര തുടർന്നു: ഈ സംഭവം ഖലീഫ എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പള്ളിയുടെ പേരിൽ ഒരു ക്രൈസ്തവ സ്ത്രീയെ ഉപദ്രവിച്ചാൽ തല ഉടലിലുണ്ടാവില്ലെന്ന ഓർമ്മപ്പെടുത്തൽ. നീതിനിഷ്ഠതയുടെ കാര്യത്തിൽ വട്ടപൂജ്യമായ കിസ്രാക്ക് പോലും വാക്തത്വ ലംഘനത്തിന്റെ പേരിൽ കഠിന ശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ പള്ളിയുടെ കാര്യത്തിൽ ദുർവാശി പിടിച്ചാൽ ഇസ്ലാമിന്റെ നീതി നടപ്പിലാക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഫലം കണ്ടു. അംർ ഇബ്നുൽ ആസ് അനധികൃതമായ നിർമ്മാണം ഉടൻ പൊളിച്ചു നീക്കി. സ്ത്രീക്ക് അതിന്റെ ഉടമാവകാശം വിട്ടുകൊടുത്തു.